സമ്മർ ആയാൽ മിക്ക യൂറോപ്യൻ കൺട്രീസിലുമുള്ള ഒരു ആക്ടിവിറ്റിയാണ് ബെറി പിക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ് സ്ട്രോബെറി പിക്ക് ചെയ്യാൻ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ബെറി പിക്കിംഗ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഫാമുകളിൽ കൂടുതലായിട്ടും ഫാമിലീസിനെയാണ് കണ്ടുവരുന്നത്. അങ്ങനെ വളരെ നല്ല വെതറുള്ള ഒരു ദിവസം ഈ വർഷത്തെ ആദ്യത്തെ സ്ട്രോബെറി പിക്കിങ്ങിനായിട്ട് ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെ പോവാണ്. രാവിലെ 9:30-ക്കുള്ള ബസ്സിനാണ് ഞങ്ങൾ പോയത്. അവിടെ ഏതാണ്ട് ഒരു 10 മണിയായപ്പോൾ എത്തി. പക്ഷെ കണ്ട കാഴ്ച അതേ നോക്കിക്കേ, എന്തുമാത്രം ആളുകളാണ് സ്ട്രോബെറി പിക്കിങ്ങിനായിട്ട് എത്തിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് പോകാമെന്ന് കരുതിയത് തന്നെ അധികം ആളുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷെ പ്രതീക്ഷകൾക്ക് അതീതമായിട്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഗ്രാസിൽ നിന്ന് മാറിയുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. റൈൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾ അവിടെയുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഈ സ്ട്രോബെറി ഫാമിലേക്ക് നടക്കുകയാണ്. ഈ നടക്കുന്ന വഴിയിലുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു കേട്ടോ. ഈ ഫാമിൻ്റെ അടുത്തായിട്ട് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു പള്ളിയും ലൈബ്രറിയും നമുക്ക് കാണാം. അധികം ജനവാസമൊന്നുമില്ലാത്ത പക്ക ഒരു നാട്ടുമ്പുറം സ്ഥലം. ഇവിടുത്തെ സ്ട്രോബെറി ഫാം എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ വിശാലമായ ഒരു ഫാമാണ്. ഈ ഫാമിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും പച്ചപ്പട്ടുടുത്ത കണക്ക് നിൽക്കുന്നത് ഗോതമ്പ് പാടങ്ങളാണ് കേട്ടോ. വഴിയുടെ ഇരുവശങ്ങളിൽ മാത്രമല്ല, ഈ ഫാമിനോട് ചേർന്ന് കിടക്കുന്ന പകുതി മുക്കാൽ സ്ഥലങ്ങളും ഗോതമ്പ് പാടങ്ങൾ തന്നെ. കുറച്ച് അടുത്ത് പോയി നോക്കുമ്പോൾ ഇതുപോലെ നല്ല സ്വർണ്ണ നിറത്തിൽ നിൽക്കുന്ന ഗോതമ്പും കാണാം. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തയ്ക്ക് അവസാനം ഞങ്ങൾ സ്ട്രോബെറി ഫാം എത്തി. ഇനി സ്ട്രോബെറി പറിച്ചിട്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ബോക്സസ് കൊണ്ടുപോകാൻ മറന്നെങ്കിലും വിഷമിക്കണ്ട. അതിന് വേണ്ടിയിട്ടുള്ള കാർട്ടൻസ് നമുക്ക് അവരുടെ കൗണ്ടറിൽ നിന്ന് ചെറിയൊരു എമൗണ്ടിന് വാങ്ങിക്കാൻ സാധിക്കും. ഈ സ്ട്രോബെറി പിക്കിങ് അത്യാവശ്യം നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ സ്ട്രോബെറി ചെടികളെന്ന് പറയുന്നത് വളരെ പൊക്കം കുറഞ്ഞ കുറ്റിച്ചെടികൾ കണക്ക് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ചെടികളാണ്. അതിലുള്ള സ്ട്രോബെറി പറിക്കണമെങ്കിൽ ഒന്നെങ്കിൽ കമന്ന് കിടക്കണം, അല്ലെങ്കിൽ നമ്മൾ കുത്തിയിരുന്ന് പറിക്കണം. ഒരു മണിക്കൂർ നിന്നും ഇരുന്നും ഒക്കെ സ്ട്രോബെറി പറിച്ച് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു കാർഡിയോ എക്സസൈസ് ആവും. നല്ല ചുമന്ന് തൊടുത്ത ഇതുപോലെ മധുരമുള്ള സ്ട്രോബെറീസ് ഇങ്ങനെ ചെടിയിൽ നിന്ന് ഡയറക്റ്റ് പറിച്ച് കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഇനി നമ്മൾ പറിക്കുന്ന സ്ട്രോബെറിക്ക് നല്ല മധുരം ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അതുകൊണ്ട് അത്യാവശ്യം കഴിച്ച് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ പറിക്കുന്നത്. ഈ ഫാമിലേക്ക് കയറുന്നതിന് മുന്നേയും പിന്നെയും നമ്മുടെ ബോഡി വെയിറ്റ് നോക്കാത്തത് കൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഫാമിൽ നിന്ന് കഴിക്കാം. നമ്മൾ പറിച്ച് പാത്രത്തിലിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ വെയിറ്റ് അനുസരിച്ച് മാത്രം പൈസ കൊടുത്താൽ മതിയാകും. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും അത്യാവശ്യം നല്ലതുപോലെ മത്സരിച്ച് കഴിക്കുകയും പറിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഫാമിൽ കൂടുതലും കുട്ടികളോടൊപ്പം വന്ന ഫാമിലീസ് തന്നെയായിരുന്നു കേട്ടോ. അദ്വയും ഇഴയും നല്ലതുപോലെ ഓടി നടന്ന് പറിച്ച് കഴിക്കുകയും അതുപോലെ തന്നെ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ ഏതാണ്ട് ഒരുവിധം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചിന്ത പോയത് ഈ സ്ട്രോബെറി എല്ലാം കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിലേക്കാണ്. പല ഓപ്ഷൻസാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെ പറിച്ച സ്ട്രോബെറിക്ക് പൈസയും കൊടുത്ത് ഞങ്ങൾ തിരിച്ച് ഫാമിൽ നിന്ന് ഇറങ്ങി. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും റേറ്റ് കുറവാണെന്നുള്ളത് മാത്രമല്ല, അതിലും നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ വാങ്ങിയ സ്ട്രോബെറി എല്ലാം പാത്രത്തിലും കാർട്ടനിലും ഒക്കെ ആക്കി സ്ട്രോളറിൻ്റെ താഴെ വെച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് 2 വർഷവും ഈ ഫാമിൽ വന്ന് ഞങ്ങൾ സ്ട്രോബെറി പറിച്ചിട്ടുണ്ട്. എന്തോ നല്ല മധുരവും നല്ല രുചിയുമുള്ള സ്ട്രോബെറിയാണ് ഈ ഫാമിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊല്ലവും ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. വൺസ് ഇൻ എ ഇയർ ഫ്രണ്ട്സും ഒക്കെ ഒത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആക്ടിവിറ്റിയാണ് ഇതുപോലുള്ള ബെറി പിക്കിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ റൈനിലെ ഫേമസ് ആയിട്ടുള്ള ചേർച്ച് ഇതാണ്. അങ്ങനെ ഒരു 10 മിനിറ്റുള്ള നടത്തം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ബസ്സും എത്തി. അങ്ങനെ ബസ്സിൽ കയറി ഈ അതിമനോഹരമായ കാഴ്ചയും കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ കാണുന്നത് ആപ്പിൾ മരങ്ങളാണ്. അങ്ങനെ കുറച്ച് നേരം വിശേഷങ്ങളും കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞിരുന്നു പുറത്തെ പച്ചിപ്പും ഹരിതാഭയും നിറഞ്ഞ മനോഹരമായ കാഴ്ചകളും കണ്ടിരുന്നപ്പോഴത്തേക്കും ഗ്രാസ് എത്തി. ഗ്രാസിലെ മെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകും വഴി മൊത്തം ഞാൻ ചിന്തിച്ചത് ഈ സ്ട്രോബെറി കൊണ്ട് ഞാൻ എന്തുണ്ടാക്കും എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ നെക്സ്റ്റ് ടൈം കാണാം. ബൈ.